അസ്സലാമലൈക്കും. ഇപ്പൊ കൽബാണ് ശുദ്ധിയാവേണ്ടത്. കൽബ് ശുദ്ധിയായി കഴിഞ്ഞാൽ ബാക്കിയുള്ള സുന്നത്തൊക്കെ ഓട്ടോമാറ്റിക് മനുഷ്യരിൽ വന്നു ചേരും. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് വിഷയം. അതല്ലാതെ വെറുതെ ഉള്ള ഹദീസല്ലത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഹൃദയം എന്നുള്ള അവയവം, അതിന്റെ റോൾ എന്താണ് മനുഷ്യ ശരീരത്തിൽ എന്നുള്ളത് ചിന്തിച്ചു നോക്കുന്നവർക്ക് അതിൽ വലിയ പാടുണ്ട്. ഹൃദയം എന്നുള്ള സംഗതിയാണ് മനുഷ്യനിലേക്ക് എല്ലാ ഭാഗത്തേക്കും രക്തം എത്തിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ഹൃദയത്തിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രക്തത്തിലൂടെ മനുഷ്യന്റെ എല്ലാ ഭാഗത്തേക്കും എന്താവും, ഇതെത്തും. എന്താവട്ടെ അതെത്തും. അപ്പൊ ഹൃദയത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കോശങ്ങളിലേക്കും അത് എത്തിച്ചോളും. ബാക്കിയുള്ള ഒരു ഭാഗത്തും ഇട്ട് കൊടുത്താലും അതങ്ങനെ സംഭവിക്കൂല. ഹൃദയത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ദിക്ർ ഹൃദയത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ദിക്ർ ഹൃദയം എല്ലാ ഭാഗത്തേക്കും എത്തിച്ചോളും. റസൂലുള്ളാഹിന്റെ ഹദീസിൽ ഈ വിഷയം കൂടി ഊന്നി പറയുന്നുണ്ട്. അതിലുള്ള മത്ലബ്, ആന്തരികമായ വശം നമ്മൾ മനസ്സിലാക്കും. റസൂലുള്ളാഹിന്റെ മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, രക്തം സഞ്ചരിക്കുന്ന എല്ലാ സ്ഥലത്തും ശൈത്താൻ സഞ്ചരിക്കും. അപ്പൊ ശൈത്താൻ സഞ്ചരിക്കുന്ന ഏതിലൂടെയാണ്? രക്തം സഞ്ചരിക്കുന്ന എല്ലാ സ്ഥാനത്തും. രക്തം സഞ്ചരിക്കാത്ത ഏത് ഭാഗമാണ് മനുഷ്യനിലുള്ളത്? എല്ലാ ഭാഗങ്ങളിലും രക്തം സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ പോയിന്റിലും ശൈത്താൻ ചെന്ന് നിൽക്കും. മനുഷ്യനിൽ എവിടെയും ശൈത്താൻ ഉണ്ടാവാം. അപ്പൊ ശൈത്താനെ മനുഷ്യരിൽ നിന്നും പുറത്താക്കാൻ എന്താ ചെയ്യേണ്ടത്? ഏലസ് കെട്ടലോ മന്ത്രം ചൊല്ലലോ അല്ല. ആ രക്തം ശുദ്ധീകരിക്കണം. രക്തം ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ബാഹ്യമായ രീതിയിൽ രക്തശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള രക്തശുദ്ധീകരണം, മെഡിക്കൽ ഫീൽഡിലുള്ള രക്തശുദ്ധീകരണം അതല്ലല്ലോ അതുകൊണ്ടുള്ള ഉദ്ദേശം. രക്തശുദ്ധിയാവേണ്ടത് ഈ ശൈത്താനിൽ നിന്നാണ്. ശൈത്താൻ മനുഷ്യരിൽ നിന്നും പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളിൽ നിന്നും മനുഷ്യൻ രക്ഷപ്പെടാൻ പറ്റും. മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, മനുഷ്യനിൽ ശൈത്താന്റെ സാന്നിധ്യം ഇല്ലായിരുന്നുവെങ്കിൽ, അവന്റെ രക്തത്തിൽ ശൈത്താന്റെ സാന്നിധ്യം ഇല്ലായിരുന്നുവെങ്കിൽ അവന് ആകാശലോകങ്ങളിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുമായിരുന്നു എന്നുള്ളത്. അപ്പൊ അതിനും മറ എന്താണ്? ശൈത്താന്റെ സാന്നിധ്യമാണ്. അപ്പൊ നമുക്ക് ഒഴിവാക്കേണ്ട ശൈത്താനെയാണ്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യം സംസാരിച്ച കൂട്ടത്തില് നഫ്സ്, ഖന്നാസ്, അതേപോലെയുള്ള മറ്റ് ശൈത്താന്മാർ, ഇവരെയൊക്കെ മീഡിയം ബ്ലഡാണ്, രക്താണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഹൃദയത്തിലേക്ക് ദിക്ർ കയറ്റലാണ്, ഇൻസ്റ്റാൾ ചെയ്യലാണ്. കാരണം നമ്മൾ പറഞ്ഞ ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിക്ർ പല തരത്തിലുണ്ട്, പല ദിക്റുകളുണ്ട്. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നകളെല്ലാം ദിക്റാണ്. ഏത് നാമവും ദിക്റായി ചെല്ലാം. അതേപോലെ ഒരുപാട് ദിക്റുകളുണ്ട്. എന്നാലും ഏറ്റവും വലിയ ദിക്ർ എന്താണ്? ഖുർആനിൽ പറഞ്ഞ ദിക്ർ വലസിക്റുല്ലാഹി അക്ബർ എന്ന് പറയുന്നുണ്ട്. ഏറ്റവും വലിയ ദിക്ർ അള്ളാഹു എന്നുള്ള ദിക്റാണ്. ആ ദിക്റാണ് കാമിലായ മശായിഖന്മാര് അവരെ മുരീദന്മാർക്ക് കൊടുക്കുന്ന ദിക്ർ. ആ ദിക്ർ അവരിൽ നിന്ന് തന്നെ സ്വീകരിക്കണം. കാരണം അവർക്ക് അതിനുള്ള ഇജാസിയത്തുള്ളൂ, അധികാരമുള്ളൂ. അധികാരികളായ ആളുകളിൽ നിന്നും അത് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ചെല്ലണം. എന്നാൽ ചെല്ലുന്ന രീതി എങ്ങനെയാണ്? ആ രീതി സാധാരണ നാവ് കൊണ്ട് ചെല്ലേണ്ട രീതിയല്ല. ഈ ദിക്റിനെ നമ്മൾ ഹൃദയത്തിലേക്ക് കയറ്റേണ്ടതുണ്ട്. നമ്മൾ ഹാർട്ടിൽ ഹാർട്ട് ബീറ്റ്സ് ഉണ്ട്, ഹൃദയം മിടിക്കുന്നുണ്ട്. ഈ മിടിപ്പിന്റെ കൂടെ ഈ ദിക്ർ നമ്മൾ കയറ്റണം. അപ്പൊ ഓരോ മിടിപ്പോ അള്ളാഹു എന്നുള്ള ദിക്റായിട്ട് മാറും. അങ്ങനെ ആയി മാറിക്കഴിഞ്ഞാൽ എന്താണ് അതിനുള്ള നേട്ടം? ഈ ഹൃദയം ഒരിക്കലും നിൽക്കുന്നില്ല, മരണം വരെ അത് ചലിച്ചുകൊണ്ടിരിക്കും, അത് മിടിച്ചുകൊണ്ടിരിക്കും. ആ മിടിപ്പിന്റെ കൂടെ ഒക്കെ അള്ളാഹു അള്ളാഹു എന്നുള്ള ദിക്ർ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. ഒരു മിനിറ്റിൽ ഏകദേശം 70 വട്ടം ആവറേജ് അത് മിടിച്ചുകൊണ്ടിരിക്കും. 70 വട്ടം കൽബ് അള്ളാഹു എന്ന് പറയും. അപ്പൊ ഈ ഓരോ അള്ളാഹു എന്ന് പറയുമ്പോഴും രക്തം മുന്നോട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ആ രക്തത്തിലുള്ള അള്ളാഹു എന്നുള്ള നാമം എന്തായി പോവും? ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അള്ളാഹു എന്നുള്ള നാമം എന്താണ്? ഖുർആനിൽ പറഞ്ഞത് അള്ളാഹു നൂറു സമാവാതി വൽ അർള് എന്ന് പറയുമ്പോ ആകാശഭൂമികളുടെ പ്രകാശമാണ് അള്ളാഹു എന്ന് പറയുമ്പോൾ ഈ നാമം ഏറ്റവും വലിയ പ്രകാശമാണ്, നൂറാണ്. ആ നൂറാണ് ഈ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ നൂറ് രക്തത്തിലൂടെ മനുഷ്യന്റെ എല്ലാ കോശങ്ങളിലേക്കും എത്തിച്ചേരും. ഈ നൂറ് എത്തുന്ന ഭാഗത്തു നിന്നൊക്കെ ആര് പിൻവാങ്ങും? ശൈത്താൻ പിൻവാങ്ങും. പതുക്കെ പതുക്കെ പിൻവാങ്ങും. കാരണം ആദ്യമൊക്കെ അവനൊന്ന് ജസ്റ്റ് പിടിച്ചു നിൽക്കാൻ വേണ്ടി നോക്കും, പക്ഷെ സാധിക്കൂല. കാരണം ഇവിടെ വരുന്ന നൂറ് എന്തിന്റെ നൂറാണ്? അള്ളാഹു എന്ന നാമത്തിന്റെ നൂറാണ്. അള്ളാഹു എന്നുള്ള നാമത്തിന്റെ നൂറ് ഒന്നിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുമ്പിൽ വേറെ ഒന്നും നിലനിൽക്കൂല. എല്ലാ ശൈത്താനും പിൻവാങ്ങേണ്ടി വരും. ഖുർആനിലൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, രാജാക്കന്മാര് ഒരു രാജ്യത്തിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ നിന്ദ്യന്മാരും നിസാരന്മാരുമാക്കി അവിടുന്ന് പുറത്താക്കി കളയുന്നുള്ളത്. അതിന്റെ ഒരു ബാത്തിനീയ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാമങ്ങളുടെ രാജാവാണ് അള്ളാഹു എന്നുള്ള നാമം. ഈ നാമം ഒരു രാജ്യത്ത്, ഒരു പ്രദേശത്ത് അഥവാ കൽബില് ചെന്ന് കഴിഞ്ഞാല് അവിടെയുള്ള നിന്ദ്യന്മാരായ ആളുകൾ, എന്നാലും ശൈത്താന്മാര്, അല്ലെങ്കിൽ ബാത്തിനയായ രോഗങ്ങൾ, അഹങ്കാരം എന്നുള്ള ആളുകൾ, അതേപോലെ പിശുക്ക് എന്നുള്ള ആഗ്രഹങ്ങൾ,
അസൂയ എന്നുള്ള ആളുകൾ, അതേപോലെ പക, പോര്, ഇങ്ങനെയുള്ള ഒരുപാട് നിന്ദ്യന്മാരായ ആളുകളുണ്ട്, അല്ലെങ്കിൽ ശൈത്താന്മാരുണ്ട്. ഇവരൊക്കെ പുറത്താക്കും. അവർക്ക് പുറത്തു പോകാതിരിക്കൽ സാധ്യമേ അല്ല. കാരണം ഇവിടെ വന്നത് ആരാണ്? അള്ളാഹു എന്ന നാമാണ്. അതിന്റെ പേരിൽ അപ്പൊ ഇതൊരു ഷോർട്ട് കട്ടാണ്. നമ്മൾ ആ ഹൃദയത്തിലേക്ക് അള്ളാഹു എന്നുള്ള നാമം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ ജോലി കഴിഞ്ഞു. ഇൻസ്റ്റാൾ ചെയ്യുന്നവരെയാണ് ഒരാളെ ജോലിയുള്ളൂ. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട നാമം നോക്കിക്കൊള്ളും കാര്യങ്ങൾ. നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് ഈ സുന്നത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഹദീസ് വായിച്ചു നോക്കുക. മനുഷ്യന്റെ ഉള്ളിൽ ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായി കഴിഞ്ഞാൽ ശരീരം മൊത്തം നന്നായി. അത് മോശമായി കഴിഞ്ഞാൽ മൊത്തം മോശമായി. ആരുടെ ഹൃദയത്തിലാണോ ഈ അള്ളാഹു എന്നുള്ള നാമുള്ളത്, അവനെന്തായി? അവന്റെ ശരീരം മൊത്തം നന്നാവും. ഇന്നല്ലെങ്കിൽ നാളെ നന്നാവും, നിർബന്ധമാണ്. അതല്ല അതില്ലേ, മൊത്തം മോശമാണ്, നന്നാവാനുള്ള പ്രതീക്ഷയില്ല. ഈ കൽബില് 70 വട്ടം ഒരു മിനിറ്റ് മിടിപ്പ് സംഭവിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ സൂഫിയാക്കള് ഈ കൽബിലേക്ക് അവരെ ശക്തി കൊണ്ട്, നോട്ടം കൊണ്ട് ഈ ദിക്ർ കയറ്റി കൊടുക്കും. അങ്ങനെ കയറ്റി കൊടുക്കാൻ കഴിവുള്ളവനാണ് കാമിലായ മുർഷിദ്. അതാണ് ഖുർആനിൽ പറഞ്ഞ അടയാളം. അങ്ങനെ കയറ്റി കൊടുക്കാൻ കഴിവുള്ളവനാണ് കാമിലായ മുർഷിദ്. അതാണ് ഖുർആനിൽ പറഞ്ഞ അടയാളം. നിങ്ങൾ ദാക്കിറെ കൽബികളായ ആളുകളെ പിന്തുടരാൻ പാടുള്ളൂ എന്ന് പറയുന്ന ആയത്ത് സൂറത്തുൽ കാഫില് 28-ാമത്തെ ആയത്ത്, വല തുതിഹ്മൻ അഗ്ഫൽന ഖൽബഹു അൻ ദിക്ർന എന്നുള്ള ആയത്ത്. ദിക്ർ നടക്കുന്ന ഹൃദയങ്ങൾ, കൽബുകളല്ലാത്തവരെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന സമ്മാനം എന്തായിരിക്കും? വഴികേടുന്നുള്ള സമ്മാനമായിരിക്കും. മനസ്സിലാക്കിയാലോ ഹിദായത്ത്. കാരണം ഇങ്ങനെ ദാക്കിറെ കൽബികള് ആയവര് അള്ളാഹുവിന്റെ മശായിക്കന്മാരാണ്. കാരണം അങ്ങനെ ദാക്കിറെ കൽബി ആയി കഴിഞ്ഞാൽ അവനൊരു മൂമിനായ മനുഷ്യ ദർജയിലെത്തി. മൂമിനായ മനുഷ്യന്റെ ഒരു ക്വാളിറ്റിയാണ് സത്യം പറയല്. അവൻ സത്യമേ പറയൂ. അത്തരം ആളിന്റെ ഒരു തർബിയത്ത് കിട്ടിക്കഴിഞ്ഞാല്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പദങ്ങള്, സംസാരങ്ങള് ശ്രവിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് കിട്ടുന്നത് 100 മാത്രമാണ്. അതുകൊണ്ട് അവനാൽ ഒരിക്കലും വഴികേടിലാവൂല ഒരു മനുഷ്യൻ. അപ്പൊ ഒരു ഷെയ്ഖ് കാമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം വന്നുകൊണ്ട് നമ്മളിലേക്ക് തരുന്ന ദിക്റും ഈ അള്ളാഹു ദിക്റാണ്. നമ്മളെ ഹൃദയത്തിലേക്ക് അദ്ദേഹത്തിന്റെ നോട്ടം കൊണ്ട് നമ്മളെ ഹൃദയം അള്ളാഹുവിന്റെ ദിക്റിൽ മുഴുകി തുടങ്ങിപ്പിക്കും. നിങ്ങൾക്ക് ഹാസിലായി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഉറപ്പിക്കാം, ഈ ഷെയ്ഖ് ചില്ലറക്കാരനല്ല, ഇതെന്താണ് മുറബിയായ ഷെയ്ഖ് തന്നെയാണ്, അല്ലെങ്കിൽ കാമിലായ ഷെയ്ഖ് തന്നെയാണ് എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റും. അത് ചെയ്തു തരാത്ത ഷെയ്ഖിനെ ഒരിക്കലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല, വിശ്വസിക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ ഹുക്കുമിനെതിരായി തീരും. ഇത് ഷെയ്ഖാവട്ടെ ആരാവട്ടെ. ഇതാണ് ദീനിൽ നിങ്ങൾ ആരെ പിന്തുടരണം എന്നുള്ള വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകം. ഹിദായത്തിന്റെ മാർഗത്തിലേക്ക് സൂക്ഷ്മമായിട്ട് നമ്മൾ ചേരണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അന്ധമായി പോകാൻ പാടില്ല. കാരണം മുന്നോട്ടുള്ള യാത്ര ഷെയ്ഖിന്റെ കൂടെയാണ്. ഷെയ്ഖ് നമ്മൾ പലതും പഠിപ്പിച്ചു തരാനുണ്ടാവും. പഠിപ്പിക്കുന്ന സമയത്ത് സംശയങ്ങൾ വരാൻ പാടില്ല. അഥവാ സംശയം വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ സംഭവത്തിലേക്ക് നമ്മൾ ചിന്തിക്കും. എന്റെ കൽബ് ഹയാത്താക്കിയ മഹാനാണ്, നേതാവാണ്, ഷെയ്ഖാണ് ഇത്. അള്ളാഹു അദ്ദേഹത്തെ പിന്തുടരാൻ കൽപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള തെളിവ് ഈ ആയത്താണ്. എന്നിരിക്കെ ഞാൻ ഒരിക്കലും സംശയിക്കേണ്ട ആവശ്യം ഇല്ല. അതിന്റെ പേരിലാണ് എനിക്ക് ദിക്ർ അള്ളാഹു ഇദ്ദേഹത്തോട് ഹാസിലാക്കി തന്നത്. ഇതാണ് വരേണ്ട ചിന്ത. അതിന് ആദ്യം ഈ ദിക്ർ ഹാസിലാവണം. ശരിക്ക് ഖുർആനിൽ അള്ളാഹു തആല മൂസാ നബി അലൈഹി സ്വലാമിനെ ഖിളിർ നബി അലൈഹി സ്വലാമിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഇതിനുണ്ട്, അവിടെ സമ്മതമുണ്ട്, കൽപ്പന ഉണ്ട്. അതുകൊണ്ടാ പോയത്, സന്തുഷ്ടപ്രകാരം പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഷെയ്ഖാണ് ഖിളിർ നബി അലൈഹി സ്വലാം. ഖിളിർ നബി അലൈഹി സ്വലാമിനെ കണ്ടുമുട്ടുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിരുദ്ധമാണ്. താൻ ഇന്നവരെ മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ക്ഷമ വന്നില്ല. അദ്ദേഹം അതിനെതിരായിട്ട് എന്ത് പറഞ്ഞ് തർക്കം ഉന്നയിച്ച്, അതേപോലെ മറന്നുകൊണ്ട് അതിനെ വിമർശിച്ച്. പക്ഷെ അത് കാരണം അദ്ദേഹത്തിന് ആ യാത്ര തുടരാൻ സാധിച്ചില്ല. പക്ഷെ അദ്ദേഹം ഓർക്കണമായിരുന്നു, അള്ളാഹു തആലയുടെ സമ്മതം കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്, എന്റെ ഷെയ്ഖിനെ പിടിച്ചിരിക്കുന്നത് ചിന്തിക്കണമായിരുന്നു. അതേപോലെ നമുക്ക് ഈ മാർഗത്തിൽ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോകേണ്ട ഒരു മാർഗം അല്ല തസൂഫ്. നമുക്കും വേണം ഇതിന് സമ്മതം വേണം. നമ്മൾ മൂസാ നബി അല്ലാത്ത കാരണം നമ്മൾക്ക് വഹിയൊന്നും ഇറങ്ങൂല. പക്ഷെ നമുക്ക് അല്ലാഹു തആല വഹീന് പകരമായി തന്ന വലിയൊരു നിധിയാണ് ഈ സംഗതി. അതാണ് ദിക്റെ കൽബ് എന്നുള്ളത്. ആ ദിക്റെ കൽബിന്റെ സമ്മതം നമുക്ക് വേണം. നമ്മൾ ഏത് ഷെയ്ഖിനെ കണ്ടുമുട്ടിയാൽ ആവശ്യപ്പെടേണ്ട കാര്യം എന്താണ്? ഇങ്ങനൊരു ഇൽമു ഞങ്ങൾക്ക് അറിയിക്കപ്പെട്ടിട്ടുണ്ട്, ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. അത് പ്രകാരം നിങ്ങൾ എനിക്ക് ഈ ഒരു മുതൽ ഹാസിലാക്കി തരികയാണെങ്കിൽ നിങ്ങൾ എന്റെ ഷെയ്ഖാണ്, എന്റെ പിതാവാണ്. അതല്ല എങ്കിൽ എനിക്ക് നിങ്ങളെ വിശ്വസിക്കാൻ സാധ്യമല്ല, കാരണം ഖുർആന്റെ കൽപ്പന ഇല്ല എന്ന് പറയണം. അതാണ് ഷെയ്ഖിനെ പരീക്ഷിക്കല്.
ഒരേ ഒരു വട്ടം ഷെയ്ഖിനെ പരീക്ഷിക്കാൻ പറ്റുള്ളൂ, അത് ആദ്യ ഈ ഘട്ടത്തിൽ മാത്രമാണ്. പിന്നീട് ഷെയ്ഖിനെ പരീക്ഷിക്കാൻ പാടില്ല. ഷെയ്ഖാണ് പിന്നെ ബാക്കിയെല്ലാം. അള്ളാഹു നിങ്ങളോട് പറയും. ഉദാഹരണമായിട്ട് അള്ളാഹു തആല എല്ലാവരോടും കൂടി ആദം നബി അലൈഹി സ്വലാം സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അവിടെ സുജൂദ് ചെയ്യൽ നിർബന്ധമാണ്. കാരണം അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആദമിനെ എല്ലാ കാര്യങ്ങളും സറണ്ടർ ചെയ്യാൻ വേണ്ടിയുള്ള കൽപ്പനയാണ്. അതേപോലെ ഷെയ്ഖിന് സറണ്ടർ ചെയ്യാൻ വേണ്ടിയ കൽപ്പനയാണ്. ഷെയ്ഖ് നിങ്ങൾക്ക് ഇത് ഹാസിലാക്കി തന്നാൽ, ഹാസിലാക്കി തന്നില്ലെങ്കിൽ നിങ്ങൾ സുജൂദ് ചെയ്യുന്നത് ഒരു ഇബ്ലീസിന്റെ മുമ്പിലാണ്, അള്ളാഹുവിന്റെ മുമ്പിലല്ല. ഹാസിലാക്കിയ ഷെയ്ഖിന്റെ മുമ്പിലാണെങ്കിൽ അള്ളാഹുവിനാണ് സുജൂദ് പോകുന്നത്.